ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു DI സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഹോ ബുക്സിലെ ഇൻവെന്ററി വേഴ്സസ് റിപ്പോർട്ട്സുകളെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോസ് റെക്കോർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ റിപ്പോർട്ട്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻവെന്ററിയിൽ റിപ്പോർട്ടിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായി റിപ്പോർട്ട് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട് മൊഡ്യൂളിൽ നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ലെഫ്റ്റ് സൈഡ് കോർണറിലുള്ള ഇൻവെന്ററി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റിപ്പോർട്ട്സ് ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതിൽ നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് സമ്മറി റിപ്പോർട്ട്സ് ഉണ്ട് ആൻഡ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സമ്മറി റിപ്പോർട്ട് ഡീൽ ചെയ്യാം. ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് സമ്മറി റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ എനേബിൾ ആവുന്നത് ഒന്ന് ഡേറ്റ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട്സ് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇയറിലെ റിപ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇയർലി നമ്മൾ എന്തൊക്കെ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളതെന്നും ടുഡേയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്തൊക്കെ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ഡേറ്റ് റേഞ്ച് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മോർ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെന്ററി സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടുന്നത് സ്റ്റാറ്റസ് ബേസസ് ആണ്. അതായത് സ്റ്റാറ്റസ് ബേസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ഇപ്പം സ്റ്റോക്ക് കൗണ്ടിങ് വീതം ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ പുഷ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മൾ അതിൽ ഇൻവെന്ററി അഡ്ജസ്റ്റഡ് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ അത് ഡ്രാഫ്റ്റിംഗ് മോഡിലായിരിക്കും അല്ലെങ്കിൽ പ്രോസസ് മോഡിലായിരിക്കും. അപ്പോൾ ആ ഏത് സ്റ്റാറ്റസിലാണ് ഇപ്പം ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആകാത്ത സിറ്റുവേഷൻ ഏതാണ് എന്നുള്ളതാണ് ഈ സ്റ്റാറ്റസിൽ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇൻവെന്ററി അഡ്ജസ്റ്റഡ് ആ റീസൺ പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട്സിനെ ഫിൽട്ടർ ചെയ്യാം. ഇനി ലൊക്കേഷൻ വൈസും ഫിൽട്ടർ ചെയ്യാം. ഏത് വെയർ ഹൗസിലെ ഇൻവെന്ററി അഡ്ജസ്റ്റഡ് ആണ് നമ്മൾ ലൊക്കേഷനെയും മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ വൈസ് നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് റിപ്പോർട്ട്സ് കിട്ടും. ആൻഡ് ദെൻ ഇവിടെ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ബൈയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ആവുന്നത് ഒന്ന് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പ് ചെയ്യാം. അതായത് ഇപ്പം ഇന്ന് നമ്മളൊരു 10 ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് വൈസിട്ട് നമുക്ക് 10 ഇന്നത്തെ ഡേറ്റിൽ വന്നിട്ടുള്ള ടോട്ടൽ കൗണ്ട് നമുക്ക് ഡിസ്പ്ലേ ആകും. അത് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പം ഡേറ്റിലാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഡേറ്റിലും വേണം അവിടെ ടോട്ടലായിട്ട് സബ് ടോട്ടലായിട്ട് ഡേറ്റ് വൈസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഓരോ ഡേറ്റിലും വന്നിരിക്കുന്ന ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ഡേറ്റ് വൈസും കാണിക്കും. ഞാൻ ആ ഡിസ്പ്ലേയിൽ ടിക്ക് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ടോട്ടലായിട്ട് നമുക്ക് ആ ഡേറ്റിൽ വന്നിരിക്കുന്ന ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഇല്ലാതെ സിംഗിൾ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും താഴെ കാണുന്നത്. ഓക്കെ, അങ്ങനെയും വ്യൂ ചെയ്യാം. ഇനി ഇത് മാറ്റണമെങ്കിൽ ചെയ്തതിന് ശേഷം ആൻഡ് അപ്ലൈ ആൻഡ് ദെൻ കസ്റ്റമൈസ് റിപ്പോർട്ട് കോളം. അതായത് നമുക്കിപ്പോൾ മുകളിൽ എനേബിൾ ആയിരിക്കുന്ന ഓരോ ഹെഡ്സ് ഉണ്ട്. റീസൺ വൈസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പേഴ്സ് വൈസ്, റെഫറൻസ് നമ്പേഴ്സ്, ഡേറ്റ്, ഐറ്റം നെയിം വരുന്നത് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽഡ് മാത്രമേ ഐറ്റം നെയിം വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഐറ്റം നെയിം വെച്ചിട്ട് സമ്മറി റിപ്പോർട്ട്സിൽ കിട്ടത്തില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ നമ്മൾ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്തത് അതോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്തതെന്നെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് ലിസ്റ്റാണ് വരേണ്ടതെന്നുള്ളത് നമുക്കിപ്പോൾ ലൊക്കേഷൻ വൈസും കൂടെ ഇതിൽ ലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പ്ലസിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമുക്കിവിടെ വാല്യൂ ഡിക്രീസിങ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇൻവെന്ററി ഇൻക്രീസിങ് ഡിക്രീസിങ് വാല്യൂ സ്റ്റാറ്റസ് നമ്മൾ മാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ദെൻ അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിവിടെ ലൊക്കേഷൻ വൈസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വാല്യൂ ഡിക്രീസിങ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വാല്യൂ ഇൻക്രീസിങ് ഞാൻ ഡിസേബിൾ ചെയ്തു. അതായത് നമ്മൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിക്രീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തത്. നമ്മൾ ആ ടൈമിൽ തന്നെ അവിടെ പർച്ചേസിങ് കോസ്റ്റ് പ്രൈസും കൂടെ കാണിക്കും. കോസ്റ്റ് പ്രൈസ് ഞാൻ അവിടെ ചേഞ്ച് വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വാല്യൂവിൽ അത് അഫക്റ്റ് ചെയ്യും. ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഇവിടെ വാല്യൂവിൽ അഫക്റ്റ് ചെയ്യും. ഇവിടെ ഇൻവെന്ററി സമ്മറി റിപ്പോർട്ട്സിൽ നമുക്ക് ഐറ്റം നെയിം ലിസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് ടോട്ടൽ ഇൻവെന്ററി അഡ്ജസ്റ്റ് ആയിരിക്കുന്ന ഡേറ്റ്, എമൗണ്ട്, റീസൺസ്, അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ക്വാണ്ടിറ്റി റിപ്പോർട്ട്സുകൾ മാത്രമേ നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റിൽ റിഫ്ലക്റ്റ് ആവത്തുള്ളൂ. ആൻഡ് ദെൻ റൈറ്റ് സൈഡിൽ കോർണറിൽ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും.
നമുക്ക് ഈ എക്സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട്സിനെ നമുക്കത് PDF ആക്കിയോ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്തോ ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ദെൻ നമുക്കിത് ഷെയർ ചെയ്യാം. ഇനി യൂസേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് മെയിൽ ത്രൂ നമുക്കിത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു റിപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. ഇനി നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സിനെ നമുക്ക് കസ്റ്റമൈസേഷനും ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഡീൽ ചെയ്യാം. Okay, thank you.